السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 106, 107 ആയത്തുകളാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നസ്ഖുമായി ബന്ധപ്പെട്ട 106, 107 വചനങ്ങളിൽ വന്ന വിശുദ്ധ ഖുർആനിലെ നസ്ഖുമായി ബന്ധപ്പെട്ട ഈ ആയത്തുകളിൽ പറയപ്പെട്ട നസ്ഖ് എന്നതുകൊണ്ട് എന്താണ് എന്ന കാര്യം അതാണ് വിശദീകരിക്കപ്പെട്ടത്. ഇനി ഈ ആയത്തുകളെ അടിസ്ഥാനത്തിൽ അമാനി മൗലവി നൽകിയ വിശദീകരണം എന്താണ് എന്നത് കൂടി നമുക്ക് പരിശോധിക്കാം. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വിഷയമാണ് നസ്ഖ് എന്ന് പറയുന്നത്. അത് ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട, അതിപ്രധാനമായ ഒരു കാര്യവുമാണ്. കാരണം ഖുർആൻ കേവലം വിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഗ്രന്ഥം അത് വളരെ ക്ലിപ്തമാക്കപ്പെട്ട കുറെ കാര്യങ്ങൾ നേരത്തെ തയ്യാറാക്കി അച്ചടിച്ച് വിതരണം ചെയ്യുന്ന ഒരു ഗ്രന്ഥം പോലെയല്ല അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറിച്ച് ഒരു സമൂഹം ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ കൃത്യമായും ഓരോ ഘട്ടത്തിലും ഇടപെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ആ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അന്ധകാരത്തിൽ കിടന്നിരുന്ന ഒരു സമൂഹത്തെ പടിപടിയായി, ഘട്ടം ഘട്ടമായി അവരിൽ വിശ്വാസത്തിന്റെയും പരിവർത്തനത്തിന്റെയും വിപ്ലവം സൃഷ്ടിക്കുക എന്ന തുല്യതയില്ലാത്ത ഒരു പ്രവർത്തനമാണ് വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത്. ഓരോ സന്ദർഭത്തിലും ഓരോ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് അതുവരെ അവർക്കുണ്ടായിരുന്ന നിയമം എന്തായിരുന്നു എന്നുള്ളത്, അവർക്കത് എത്രത്തോളം ഇനി പ്രാവർത്തികമാകും എന്നത് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യന്റെ പ്രകൃതിയെക്കുറിച്ച് കൃത്യമായി അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ എന്തെല്ലാം സാധിക്കും, സാധിക്കുകയില്ല എന്നുള്ളത് മനുഷ്യനെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടത്, നിയമങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 50 വക്ത് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടിരുന്ന വിശ്വാസിക്ക് ആ 50 വക്തിൽ നിന്ന് 5 വക്തിലേക്ക് തന്നെ അത് അപ്പോൾ തന്നെ അത് ചുരുക്കി എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഹദീസുകളിലൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജിന്റെ ആ സംഭവം നമ്മൾ അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണത് 50 വക്ത് ആദ്യമായി നിശ്ചയിച്ചത്? 50 വക്ത് നിശ്ചയിച്ചിരുന്ന അള്ളാഹുവിന് അബദ്ധം പറ്റി എന്നാരെങ്കിലും പറഞ്ഞാൽ 50 വക്ത് മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല,
അത് പിന്നീട് 5 വക്താക്കി ചുരുക്കി എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അബദ്ധം പറ്റിയെന്നോ അല്ലെങ്കിൽ നേരത്തെ തന്നെ എന്തിന് 50 എന്ന് പറഞ്ഞത് 5 തന്നെ നിശ്ചയിക്കാമായിരുന്നല്ലോ എന്ന് പലരും വിമർശനങ്ങൾ ഉന്നയിച്ചേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ആരാണ്, അവൻ എന്തെല്ലാം സാധിക്കും, എന്തെല്ലാം സാധിക്കുകയില്ല എന്നുള്ളത് മനുഷ്യനെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള നിയമങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ ഒരു വേദഗ്രന്ഥം മനുഷ്യ ജീവിതത്തിലെ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പോലും കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേദഗ്രന്ഥം എന്നുള്ള നിലക്ക് അതിൽ മുൻ നിയമങ്ങളെ ദുർബലപ്പെടുത്തലും പുതിയ നിയമങ്ങൾ അവർക്ക് നിയമമാക്കലും സ്വാഭാവികമാണ് എന്നത് കൂടുതൽ ചിന്തിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നസ്ഖുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ഇവിടെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അമാനി മൗലവി വിശദീകരിക്കുന്ന കാര്യം എപ്രകാരമാകുന്നു എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ما ننسخ من آية أو ننسها نأت بخير منها أو مثلها ألم تعلم أن الله على كل شيء قدير ألم تعلم أن الله له ملك السماوات والأرض وما لكم من دون الله من ولي ولا نصير. വല്ല ആയത്തിനെയും നാം നീക്കം ചെയ്യുകയോ അതിനെ വിസ്മരിപ്പിക്കുകയോ ചെയ്യുന്നതായാൽ അതിനേക്കാൾ ഉത്തമമായതിനെയോ അതുപോലെയുള്ളതിനെയോ നാം കൊണ്ടുവരുന്നതാണ്. നിനക്കറിഞ്ഞുകൂടെ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന്. നിനക്കറിഞ്ഞുകൂടെ അള്ളാഹുവിന് തന്നെയാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധികാരമുള്ളതെന്ന്. അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല, ഒരു സഹായകനുമില്ല. നസ്ഖ് എന്നാൽ നീക്കം ചെയ്യുക, പകർത്തുക എന്നൊക്കെയാണ് ഭാഷാർത്ഥം. ഒരു മതവിധിക്ക് ആസ്പദമായ തത്വം അവസാനിക്കുമ്പോൾ ആ വിധി ദുർബലപ്പെടുത്തി തലസ്ഥാനത്ത് മറ്റൊരു വിധി കൊണ്ടുവരിക എന്നതാണ് അതുകൊണ്ട് വിവക്ഷ. ആയത്ത് എന്നാൽ അടയാളം, ദൃഷ്ടാന്തം, ചിഹ്നം എന്നൊക്കെ വാക്കർത്ഥമാകുന്നു. വേദവാക്യങ്ങൾക്കും ഖുർആൻ വചനങ്ങൾക്കും ആയത്തുകൾ എന്ന് പറയപ്പെടുന്നു. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കും സന്ദേശങ്ങൾക്കുമുള്ള ദൃഷ്ടാന്തങ്ങളാണല്ലോ അവ. നുൻസിഹ, ആയത്തുകളെ വിസ്മരിപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം വായനയിൽ നിന്നും ഹൃദയങ്ങളിൽ നിന്നും അവയെ നീക്കം ചെയ്ത് അവയെക്കുറിച്ചുള്ള സ്മരണ ഇല്ലാതാക്കുക എന്നത്രേ. ഇസ്ലാമിനെതിരിൽ യഹൂദികൾ ഉന്നയിക്കാറുണ്ടായിരുന്ന ആക്ഷേപങ്ങൾ ഒന്നിന്റെ മറുപടിയായിട്ടാണ് ഈ വചനം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മുഹമ്മദ് ഒരു പ്രവാചകനും ഖുർആൻ ദൈവവചനവുമാണെന്നാണല്ലോ പറയപ്പെടുന്നത്. വേദഗ്രന്ഥങ്ങളൊക്കെ അവതരിപ്പിച്ചത് അള്ളാഹുവാണ്. എന്നിരിക്കെ തൗറാത്തിലെ ചില നിയമങ്ങളെ ഖുർആൻ ദുർബലപ്പെടുത്തി പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു. ഖുർആനിൽ പോലും നസ്ഖ് ഉള്ളതായി കാണുന്നു. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? അള്ളാഹു ഒരിക്കൽ അവതരിപ്പിച്ചത് പിന്നീട് അവൻ തന്നെ മാറ്റുകയോ, ആദ്യത്തെ വിധിയിൽ അവന് അബദ്ധം പിണഞ്ഞതുകൊണ്ടാണോ അത് എന്നൊക്കെയായിരുന്നു അവരുടെ ആക്ഷേപത്തിന്റെ സ്വഭാവം. 142 വചനത്തിലും അതിനെ തുടർന്നുള്ള ചില വചനങ്ങളിലും കാണാവുന്നത് പോലെ ഖിബല ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നത് മാറി കഅബയെ ഖിബലയാക്കി സ്ഥിരപ്പെടുത്തിയ അവസരത്തിലാണ് ഈ ആരോപണം മൂർച്ഛിച്ചത്. അജ്ഞത കൊണ്ടോ അന്വേഷണ വാഞ്ച കൊണ്ടോ ഉളവായ സംശയങ്ങളായിരുന്നില്ല അത്. കിട്ടുന്ന പഴുത് ഉപയോഗപ്പെടുത്തി ഖുർആനെ എതിർക്കുകയും സത്യവിശ്വാസികളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയുമായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ
ഖുർആനെ വിമർശിക്കാനുള്ള പഴുത് അന്വേഷിക്കുന്ന ആളുകൾക്കുള്ള ഒരു പിടിവള്ളി അവർക്ക് ലഭിച്ചതാണ്. അപ്പോൾ ആദ്യം മുസ്ലിങ്ങളുടെ ഖിബ്ല മറ്റൊന്നായിരുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ അതിന്റെ 142 വചനത്തിൽ പറയപ്പെടുന്നത് പോലെ തന്നെ മുസ്ലിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഖിബ്ല, ആ ഖിബ്ലയെ സംബന്ധിച്ചിടത്തോളം വമാ ജഅൽനൽ ഖിബ്ലത്തല്ലതി കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി വഇൻ കാനത് ലകബീറതൻ ഇല്ലാ അലല്ലദീന ഹദല്ലാഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് നീ ഇതേവരെ യാതൊരു ഖിബ്ലയിൽ നിലകൊള്ളുന്നവൻ ആയിരുന്നുവോ അതിനെ നാം ഏർപ്പെടുത്തിയിട്ടില്ല. ഒന്നപാടെ മടമ്പുകളിൽ തിരിഞ്ഞു മടങ്ങിപ്പോകുന്നവരിൽ നിന്ന് റസൂലിനെ പിൻപറ്റുന്നവരെ നമുക്ക് വേർതിരിച്ചറിയുവാൻ വേണ്ടിയല്ലാതെ. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഖിബ്ല മാറ്റം ഉണ്ടാകുമ്പോൾ അള്ളാഹു ഒരു നിയമം അവതരിപ്പിച്ചിട്ട് ആ നിയമം ഏതൊരു പ്രവാചകനിലൂടെയാണോ ഒരു നിയമം അവതരിപ്പിക്കപ്പെട്ടത് അതേ പ്രവാചകനിലൂടെ ആ നിയമത്തെ ദുർബലപ്പെടുത്തി മറ്റൊരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിൽ വിശ്വസിക്കുവാനും അതിനെ പിൻപറ്റുവാനും ആര് തയ്യാറുണ്ട് എന്നതിനെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്, പരിശോധിക്കുക കൂടിയാണ് ഈ നിയമമാറ്റത്തിന്റെ ലക്ഷ്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം വിമർശനങ്ങൾക്ക് യാതൊരു കഴമ്പുമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു നിയമം അവതരിപ്പിച്ചാൽ അത് പിൻപറ്റുവാൻ തയ്യാറുള്ളവരാരുണ്ട് എന്നുള്ള അള്ളാഹുവിന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിനാണ് ഉത്തരം നൽകപ്പെടേണ്ടത്. അതിന്റെ ആ നിയമം എന്തിനാണ് അവതരിപ്പിച്ചത്, എന്താ അങ്ങോട്ട് തന്നെ തിരിയണം എന്താ നിയമം, വേറെ അങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹുവിന് നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ലേ. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്തിനാണ് ഒരു ഖിബ്ല എന്ന് ആർക്കും സംശയം ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചേക്കാം. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളെ ഉണ്ടാക്കുന്നതും നിയമങ്ങളെ മാറ്റുന്നതും ആ നിയമങ്ങളെ ആർ പിൻപറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. ആർ അള്ളാഹുവിനെ അനുസരിക്കുന്നു, ആർ അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല. അപ്പോ ഒരു നിയമമാറ്റം, ഒരു പ്രവാചകനിൽ ആര് വിശ്വസിക്കുന്നു, ആ പ്രവാചകനിൽ ആര് വിശ്വസിക്കുന്നില്ല. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളമോ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളമോ ഏതെങ്കിലും നിലക്കുള്ള ഒരു സംശയം ഉണ്ടാവുക എന്നത് വിശ്വാസികൾക്ക് പാടുള്ളതല്ല. പ്രവാചകനിലൂടെ വരുന്ന ഏതൊരു കാര്യവും ഓരോ വിശ്വാസിയും അത് സ്വീകരിച്ചിരിക്കണം, അംഗീകരിച്ചിരിക്കണം, അത് പ്രമാണമായി അംഗീകരിച്ചിരിക്കണം എന്നതാണ് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അവിശ്വാസികളായ അല്ലെങ്കിൽ കപടവിശ്വാസികളായ ഖുർആനിന്റെ വിമർശകരായ ആളുകൾ ഒരുപക്ഷെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചേക്കാം. ആ വിമർശനങ്ങൾക്ക് വശംവദരാവേണ്ടതില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം തുടർന്നുകൊണ്ട് പറയുന്നു, വാസ്തവത്തിൽ ഖുർആനിൽ മാത്രമായി കണ്ടു തുടങ്ങിയതല്ല നസ്ഖ്. മുൻ വേദഗ്രന്ഥങ്ങളിലും നസ്ഖ് ഉണ്ടായിരുന്നു. അവരുടെ കയ്യിലുള്ള തൗറാത്തിൽ തന്നെയും നസ്ഖ് കാണാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ പുത്രന്മാരും പുത്രിമാരും തമ്മിൽ വിവാഹം നടത്താമായിരുന്നു. അന്ന് കന്യസ്ത്രീകൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് നിരോധിക്കപ്പെട്ടു. ഇസ്രായേലിയർക്ക് ആദ്യകാലത്ത് 2 സഹോദരിമാരെ ഒന്നിച്ച് വിവാഹം കഴിക്കാമായിരുന്നു. തൗറാത്ത് മുഖേന അത് ദുർബലപ്പെടുത്തി. ഇബ്രാഹിം നബിയോട് മകനെ അറുക്കുവാൻ ആദ്യം കൽപ്പിച്ചു. പിന്നീട് ആ കൽപ്പന ദുർബലപ്പെടുത്തി. ഒരു ആടിനെ അറുത്താൽ മതിയെന്ന് നിശ്ചയിച്ചു. പശുക്കുട്ടിയെ ആരാധിച്ച ഇസ്രായേലിയരെ കൊല്ലുവാൻ ആദ്യം കൽപ്പിച്ചു. കുറെ പേർ കൊല്ലപ്പെട്ടപ്പോൾ കൊല നിർത്തൽ ചെയ്യുവാൻ കൽപ്പിക്കപ്പെട്ടു. അങ്ങനെ പലതും. ഇതെല്ലാം യഹൂദികൾക്ക് നിഷേധിക്കുക സാധ്യമല്ല. ഈ ആരോപണത്തിന് അള്ളാഹു നൽകിയിരുന്ന മറുപടി കേവലം യഹൂദികളെ വായടപ്പിക്കുന്ന ഒരു മറുപടി മാത്രമല്ല, എല്ലാവരും പൊതുവിൽ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു യാഥാർത്ഥ്യം കൂടിയാകുന്നു. മതവിധികളിൽ നസ്ഖ് ഉണ്ടാകാവതല്ലെന്നും അത് യുക്തിക്ക് യോജിക്കുകയില്ലെന്നും വാദിക്കുന്ന ഏവർക്കും ധാരാളം ചിന്തിക്കുവാനുള്ള വക ഈ മറുപടിയിൽ അടങ്ങിയിരിക്കുന്നു. ഇതേ വാദം ഖുറൈശികളും
വാദിക്കുകയും അതിന്റെ പേരിൽ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം കൃതിയാണെന്ന് അവർ ആരോപിക്കുകയും ചെയ്തതിന് അള്ളാഹു നൽകിയ മറുപടി സൂറത്തുൻ നഹ്ൽ 101 വെച്ച് കാണാം. ആ മറുപടിയും ഇവർ ഗൗനിക്കേണ്ടതായിരിക്കുന്നു. സൂറത്തുൽ നഹ്ലിലെ 101 വചനത്തിൽ, അത് ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓതുകയുണ്ടായിട്ടുണ്ട്. وَإِذَا بَدَّلْنَا آيَةً مَكَانَ آيَةٍ وَاللَّهُ أَعْلَمُ بِمَا يُنَزِّلُ قَالُوا إِنَّمَا أَنْتَ مُفْتَرٍ بَلْ أَكْثَرُهُمْ لَا يَعْلَمُونَ എന്ന ആയത്താണ്. قُلْ نَزَّلَهُ روح القدس من ربك بالحق ليثبت الذين آمنوا وهدى وبشرى للمسلمين. ഈ ആയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ അർത്ഥം പറയുണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിന്റെ സ്ഥാനത്ത് മറ്റൊരായത്ത് കൊണ്ടുവരുവാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അല്ലാഹു അഅലമു ബിമാ യുനസ്സിലു, അവൻ അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് അല്ലാഹുവിന് കൃത്യമായിട്ട് അറിയാം. അവർ പറയും ഖാലു ഇന്നമാ അൻത മുഫ്തർ, താങ്കൾ കെട്ടിയുണ്ടാക്കുന്ന ആളാണ് എന്ന് അവർ പറയും. ബൽ അക്സറുഹും ലാ യഅലമൂൻ, പക്ഷെ അവർക്ക് അധിക പേർക്കും അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അറിയുകയില്ല എന്ന്. അപ്പോൾ ഈ കാര്യം ഇതിന്റെ പിന്നെ സൂറത്തുൽ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ആയത്ത് ആ ആയത്തിനെ മാറ്റി അല്ലെങ്കിൽ ആയത്തിന്റെ സ്ഥാനത്ത് മറ്റൊരായത്തിനെ കൊണ്ടുവന്നാൽ തന്നെ അത് അല്ലാഹുവിന്റെ നടപടിക്രമങ്ങളിൽ പെട്ടത് മാത്രമാകുന്നു എന്നാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറഞ്ഞ മറുപടിയുടെ താല്പര്യം ഇതാണ്: ആകാശഭൂമിയും ഭൂമികളും അവയിലുള്ളതുമെല്ലാം അള്ളാഹുവിൻ്റെതാണ്. ഉടമസ്ഥതയും ഭരണാധികാരവും രക്ഷാകർതൃത്വവും അവന് തന്നെ. അവയിലുള്ളവർക്ക് വേണ്ടുന്നതെല്ലാം നിർണയിക്കുവാനും അവൻ മാത്രമേ ഉള്ളൂ. അവൻ ഉദ്ദേശിക്കുന്ന നിയമ നടപടികൾ നടപ്പിലാക്കുവാനും എടുത്തു കളയുവാനും എപ്പോൾ എവിടെ ആർക്ക് ഏതേത് നിയമങ്ങൾ വേണം എന്നൊക്കെ നിശ്ചയിക്കുവാനും അവനാണ് അവകാശവും അർഹതയുമുള്ളത്. അതിൽ ചോദ്യം ചെയ്യുവാൻ ആർക്കും അധികാരമില്ല. അവരുടെ നന്മയും ഗുണവും ഏതിലാണ് അവർക്ക് കൂടുതൽ അനുയോജ്യമായത് ഏതാണ് എന്നൊക്കെ അറിയുന്നവനാണവൻ. എല്ലാ കാര്യത്തിനും കഴിയുന്നവനാകുന്നു. ഇതെല്ലാം സുസമ്മതമായ യാഥാർത്ഥ്യങ്ങളാണല്ലോ. അങ്ങനെയുള്ള അവൻ വേദഗ്രന്ഥങ്ങളിലെ ഏതെങ്കിലും വിധിയെ ദുർബലപ്പെടുത്തി അല്ലെങ്കിൽ ജനഹൃദയങ്ങളിലും പാരായണങ്ങളിലും അവശേഷിക്കാത്ത വിധം തീരെ വിസ്മരിപ്പിച്ചു കളഞ്ഞു എന്നിരിക്കട്ടെ. എന്നാൽ അതിനേക്കാൾ ഉത്തമവും ഗുണകരവുമായ മറ്റൊരു വിധി തലസ്ഥാനത്ത് അവൻ കൊണ്ടുവരികയും ചെയ്യുന്നു. ചുരുങ്ങിയ പക്ഷം അതിന് സമാനമായതെങ്കിലും കൊണ്ടുവരും. വസ്തുത ഇതായിരിക്കെ അതിനെ ചോദ്യം ചെയ്യുന്നതും വിമർശിക്കുന്നതും ധിക്കാരവും അക്രമവുമാകുന്നു. ബുദ്ധിപരവും മാനസികവും സാംസ്കാരികവും സാമൂഹ്യവുമായ തുറകളിൽ മനുഷ്യവർഗം മറ്റുള്ള ജീവവർഗങ്ങളെപ്പോലെ അതിന്റെ ആദ്യകാലം തൊട്ട് ഇന്നുവരെ ഒരേ നിലവാരത്തിലല്ല ഉള്ളത്. കാലം ചെല്ലുന്തോറും പുരോഗമിച്ചും വളർന്നും കൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടും പരിതസ്ഥിതികളും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ മാറ്റത്തിൽ വാർത്താവിതരണ മാർഗങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ ആദിയായവക്കും പങ്കുണ്ട്. അതനുസരിച്ചാണ് മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള പ്രവാചകന്മാർക്കും അവരുടെ ദൗത്യങ്ങളും പ്രബോധനങ്ങളും ഏതെങ്കിലും കാലത്തേക്കും ദേശത്തേക്കും മാത്രമായിരുന്നത്. അങ്ങനെ മനുഷ്യന്റെ വളർച്ചയുടെ ബാല്യദശ പിന്നിട്ട ശേഷം എല്ലാ കാലത്തേക്കും ദേശത്തേക്കുമുള്ള റസൂലും അന്തിമ പ്രവാചകനുമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമിക്കപ്പെടുകയും ലോക ജനതക്കാകമാനമുള്ള വേദഗ്രന്ഥമായ ഖുർആൻ അവതരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ നിലക്ക് ഒരു കാലത്തോ ഒരു ജനതക്കോ അന്നത്തെ പരിസ്ഥിതികൾക്ക് അനുസരിച്ച് വിധിക്കപ്പെട്ടിരുന്ന ചില നിയമ നടപടികൾ എല്ലാ കാലത്തേക്കും പ്രായോഗികവും യുക്തവുമല്ലാതിരിക്കുക സ്വാഭാവികം മാത്രമാണ്. അവയ്ക്ക് പകരം എല്ലാവരിലും പ്രായോഗികമായ സ്ഥിരപ്പെട്ട നിയമ നടപടികൾ ആവശ്യമായി തീർന്നു. അപ്പോൾ മുൻ വേദഗ്രന്ഥങ്ങളിലെ ഏതെങ്കിലും ചില നിയമങ്ങളും ആചാരാനുഷ്ഠാന മുറകളും ഖുർആൻ വഴി നസ്ഖ് ചെയ്യുന്നത് കേവലം യുക്തമായ ഒരു നടപടി മാത്രമല്ല, അനിവാര്യമായ ഒരു ആവശ്യം കൂടിയാകുന്നു. അള്ളാഹുവിന്റെ നിയമ നിർമ്മാണത്തിലുള്ള പോരായ്മയല്ല, അതിന്റെ പരിപൂർണതയാണത് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ നിയമ നടപടികളെ സംബന്ധിച്ചിടത്തോളം, നിയമനിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പോരായ്മയല്ല, മറിച്ച് അത് അനിവാര്യമാണ്, പരിപൂർണതയാണ്. കാരണം മനുഷ്യന്റെ പൂർണ്ണത എന്ന് പറയുന്നത് വ്യത്യസ്ത ഘട്ടങ്ങളിലാണ്. ഓരോ മനുഷ്യരും
ഓരോ വിഭാഗങ്ങളും ഓരോ സമൂഹവും ഒരേ നിലവാരത്തിലല്ല. അവരുടെ മാനസികവും ഭൗതികവുമായിട്ടുള്ള നിലവാരങ്ങളിൽ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും മാനസിക നിലവാരങ്ങൾക്കനുസരിച്ചുള്ള നിയമങ്ങളാണ് ഓരോ ഘട്ടങ്ങളിലായി അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനെ അതത് സമയങ്ങളിൽ മാറ്റുക എന്നത് യുക്തിയാണ്, അത് അനിവാര്യമാണ്. അത് ആവശ്യമാണെന്നതിനേക്കാൾ അപ്പുറം അത് അനിവാര്യമാകുന്നു എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ശേഷം അദ്ദേഹം പറയുന്നു, തൗറാത്തിലെ ചില നിയമങ്ങൾ ഇഞ്ചീലിലും രണ്ടിലെയും ചില നിയമങ്ങൾ ഖുർആനിലും അള്ളാഹു നസ്ഖ് ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലായ ചില പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിരുന്ന ചില ദൈവിക ഗ്രന്ഥങ്ങൾ അഥവാ ഏടുകൾ പിന്നീട് നിലനിർത്തപ്പെടാതെ ജനസ്മൃതിയിൽ നിന്ന് പോലും എടുക്കപ്പെടുകയും പോലും ചെയ്തിട്ടുണ്ട്. എന്നിരിക്കെ തൗറാത്തിലെ ചില നിയമങ്ങളെ ഖുർആനിൽ നസ്ഖ് ചെയ്തതിനെപ്പറ്റി മാത്രം യഹൂദികളോ മറ്റോ ആക്ഷേപം പുറപ്പെടുവിക്കുന്നതിൽ അർത്ഥമില്ല. മതവിധികളിൽ നസ്ഖ് ഉണ്ടാവാമെന്നും ഉണ്ടായിട്ടുണ്ടെന്നുമുള്ളതിൽ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഖുർആനിൽ തന്നെയും നസ്ഖ് ചെയ്യപ്പെട്ട വിധി ദുർബലപ്പെടുത്തപ്പെട്ട ചുരുക്കം ആയത്തുകൾ ഉണ്ടെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. വസ്തുതാപരമായി നോക്കുമ്പോൾ ഇതുതന്നെയാണ് ശരിയായ അഭിപ്രായം. ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയിൽ നിന്ന് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ ഹുക്മുകളിൽ നസ്ഖ് ഉണ്ടാകുന്നതിന് വിരോധമില്ലെന്നുള്ളതിൽ മുസ്ലിങ്ങൾ ഏകോപിച്ചിരിക്കുന്നു. കാരണം അതിൽ ശക്തിമത്തായ യുക്തി അടങ്ങിയിട്ടുണ്ട്. അത് സംഭവിച്ചിട്ടുണ്ടെന്നും അവരെല്ലാം പറയുന്നു. ഖുർആൻ വ്യാഖ്യാതാവായ അബൂ മുസ്ലിം ഇസ്ഫഹാനി പറയുന്നു, ഖുർആനിൽ ഒരു നസ്ഖും ഉണ്ടായിട്ടില്ലെന്ന്. അദ്ദേഹത്തിന്റെ ഈ വാക്ക് ദുർബലവും അബദ്ധവുമാകുന്നു. ഉണ്ടായ നസ്ഖുകളെപ്പറ്റി മറുപടി പറയുവാൻ അദ്ദേഹം സാഹസപ്പെട്ടിരിക്കുകയാണ്. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ ഇദ്ദ കാലം 1 കൊല്ലമായിരുന്നത് 4 മാസവും 10 ദിവസവും ആക്കപ്പെട്ടത് അതിലൊന്നാണ്. ഇതിന് അദ്ദേഹം സ്വീകാര്യമായ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. ബൈത്തുൽ മഖ്ദിസ് ഖിബ്ലയായിരുന്നതിനു ശേഷം അത് കഅബയിലേക്ക് മാറ്റിയതും അതിൽപ്പെട്ടതാണ്. ഇതിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുമില്ല. ഇത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരം നസ്ഖുമായി ബന്ധപ്പെട്ട് പണ്ഡിത ലോകത്ത് മുൻകാലങ്ങളിൽ തന്നെ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇബ്നു കസീർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിന്റെ ഹുക്മുകളിൽ അത് ഖുർആനാവട്ടെ ഹദീസുകളാവട്ടെ, ഖുർആനിൽ നിന്നുണ്ടാകുന്ന ഹുക്കുമായിരുന്നാലും ഹദീസുകളിൽ നിന്നുണ്ടാകുന്ന ഹുക്കുമായിരുന്നാലും ആ ഹുക്കുമുകളെ നസ്ഖ് ഉണ്ടാകുന്നതിന് യാതൊരു വിരോധവുമില്ല, ഒരു പ്രശ്നവുമില്ല എന്നുള്ള കാര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഇജ്മാ ഉണ്ട് എന്നാണ്. അവർ ഏകോപിച്ചിട്ടുണ്ട്. കാരണം അതിൽ ശക്തിമത്തായ യുക്തി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതിന് വിരുദ്ധമായ ഒറ്റപ്പെട്ട അഭിപ്രായം ചിലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ പ്രമുഖനാണ് അബൂ മുസ്ലിം ഇസ്ഫഹാനി. അദ്ദേഹം നസ്ഖ് എന്ന സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ നസ്ഖുകൾക്കൊന്നും അദ്ദേഹം ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. പിന്നെ മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള നിലപാട് പരിശോധിക്കപ്പെട്ടു നോക്കുമ്പോൾ നസ്ഖ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹവും അംഗീകരിക്കുന്നത് എന്നത് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. മരണപ്പെട്ട ആളുടെ സ്വത്ത് മക്കൾക്കായിരുന്നു. മാതാപിതാക്കൾക്ക് വസിയത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു നിശ്ചിത ഓഹരി ഇല്ലായിരുന്നു. പിന്നീട് അള്ളാഹു അതിൽ അവൻ ഉദ്ദേശിച്ചതിനെ നസ്ഖ് ചെയ്തു. അങ്ങനെ ആണിന് 2 പെണ്ണിന്റെ ഓഹരിയാക്കി. മാതാപിതാക്കളിൽ ഓരോരുത്തർക്കും 6/1 3/1 ഭർത്താവിന് പകുതിയും 4/1 ഭാര്യയ്ക്ക് 4/1 8/1 എന്നിങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരി ഉദ്ധരിച്ച ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നസ്ഖിനെ നിഷേധിക്കുന്നവർക്ക് ഈ ഹദീസിൽ ഖണ്ഡനമുണ്ട്. ഖുർആൻ വ്യാഖ്യാതാവായ അബൂ മുസ്ലിം ഇസ്ഫഹാനിയിൽ നിന്നല്ലാതെ മുസ്ലിങ്ങളിൽ ഒരാളിൽ നിന്നും അതിൽ നിഷേധം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹം നസ്ഖിനെ നിരുപാധികം നിഷേധിച്ചിരിക്കുകയാണ്. മുമ്പുള്ള എല്ലാ ശരീഅത്തിനെയും ഇസ്ലാം ശരീഅത്ത് നസ്ഖ് ചെയ്തിരിക്കുകയാണെന്നതിലുള്ള ഇജ്മാ മുസ്ലിങ്ങളുടെ ഏകകണ്ഠമായ അഭിപ്രായം കൊണ്ട് അദ്ദേഹം ഗണ്ണിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ശരീഅത്ത് വെളിപ്പെടുന്നത് വരെ മാത്രമേ മുൻ ശരീഅത്തുകൾ നിലവിലുള്ളൂ. അതുകൊണ്ട് അതിന് തഖ്സീസ് എന്നല്ലാതെ നസ്ഖ് എന്ന് പറഞ്ഞുകൂടാ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമെന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം മുൻ വേദഗ്രന്ഥങ്ങളിലെ അല്ലെങ്കിൽ മുൻ ശരീഅത്തുകൾ
ഈ ശരീഅത്ത് വെളിപ്പെടുന്നത് വരെ മാത്രമേ മുൻ ശരീഅത്തുകൾ നിലവിലുള്ളൂ എന്ന് അദ്ദേഹവും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതിന് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് തഖ്സീസ് എന്നാണ്. നസ്ഖ് എന്ന് പറഞ്ഞുകൂടാ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഇബ്നു സംആനി ഇങ്ങനെ പറഞ്ഞത്: ഈ ശരീഅത്തിൽ നസ്ഖ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അബൂ മുസ്ലിം സമ്മതിക്കുന്നില്ലെങ്കിൽ അതൊരു ഗർവ് മാത്രമാണ്. ഞാൻ അതിന് നസ്ഖ് എന്ന് പേര് പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ഭിന്നിപ്പ് കേവലം വാക്കുകളിൽ മാത്രമാണ്, യഥാർത്ഥത്തിൽ ഭിന്നിപ്പില്ല എന്നർത്ഥം. അദ്ദേഹം ഉപയോഗിച്ചത് തന്നെ ഇവിടെ തഖ്സീസ് ആണെന്നതിനെ പറയാൻ പറ്റുള്ളൂ. അത് നസ്ഖ് എന്ന് പറയില്ല എന്നാണെങ്കിൽ ഭിന്നിപ്പ് കേവലം വാക്കുകളിൽ മാത്രമാകുന്നു, അല്ലാതെ അത് യഥാർത്ഥമായ ഒരു ഭിന്നിപ്പ് അവിടെ ഇല്ല എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ പ്രസ്താവിച്ചതായി കാണാൻ സാധിക്കും. നസ്ഖിനെ സംബന്ധിച്ച മുഖവുരയിൽ ഒരു പ്രത്യേക ശീർഷകം തന്നെയുണ്ട്. ഇസ്ലാം ശരീഅത്തിലും ഖുർആനിലും നസ്ഖ് വരുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും നസ്ഖിന്റെ പല ഉദാഹരണങ്ങളും അതിൽ ഉദ്ധരിക്കുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരണത്തിന് നമ്മൾ ഇന്നലെ വിശദീകരിച്ചിരുന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ മുഖദ്ദിമയിലുള്ള മുഖവരയിലുള്ള ആ ഭാഗം, നമ്മൾ ഇന്നലെ വായിച്ചിരുന്ന ആ ഭാഗം, അത് വായിക്കുവാനാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. ഒരു ആയത്ത് നസ്ഖ് ചെയ്യുകയോ വിസ്മരിക്കുകയോ ചെയ്താൽ അതിനേക്കാൾ ഉത്തമമായതോ അതുപോലെയുള്ളതോ മറ്റൊന്ന് നാം കൊണ്ടുവരുന്നതാണ് എന്ന് പറഞ്ഞുവല്ലോ. മനുഷ്യരുടെ നന്മ, സൗകര്യം, ലഘുത്വം, പ്രായോഗികത, പുണ്യഫലം ആദിവായയുടെ അടിസ്ഥാനത്തിലായിരിക്കും അവയുടെ മേന്മയും തുല്യതയും എന്ന് കരുതാം. അല്ലാഹു അഅലം. ഇതാണ് നസ്ഖുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് എന്നാണ് അദ്ദേഹം ഇവിടെ വിശദീകരിക്കുന്നത്. ഏതായിരുന്നാലും ഈ വിഷയത്തെ സംബന്ധിച്ച് വിശ്വാസികൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംശയം ഉണ്ടാവേണ്ടതില്ല എന്നത് ഈ ആയത്തിലെ വിശദീകരണങ്ങളിൽ നിന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഖുർആനിൽ നിന്നാവട്ടെ ഉണ്ടാകുന്ന ഹുക്മുകളോ അല്ലെങ്കിൽ ഹദീസുകളിൽ നിന്നുണ്ടാകുന്ന ഹുക്മുകളോ അല്ലെങ്കിൽ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നുമായി ഉണ്ടാകുന്ന മതവിധികൾ, ആ മതവിധികളെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തന്നെയാണ് യഥാർത്ഥത്തിൽ അത് നസ്ഖ് ചെയ്യുന്നത്. അങ്ങനെ നസ്ഖ് ഉണ്ടാകുന്നതിന് യാതൊരു വിരോധവുമില്ല. ചില കാര്യങ്ങൾ പിന്നെ നസ്ഖ് എന്ന് പറഞ്ഞത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മുൻഗാമികളുടെ വിശദീകരണത്തിൽ കേവലം അതൊരു വിവരിക്കൽ മാത്രമായിരിക്കാം, കൂടുതൽ വിശദീകരണം നൽകുന്നതായിരിക്കാം. പൂർണ്ണതയില്ലാത്തത്, ഉദാഹരണമായി പറഞ്ഞാൽ വ്യഭിചരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 100 അടി അടിക്കുവാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് വിവാഹിതനാണെങ്കിൽ അയാളെ എറിഞ്ഞു കൊല്ലണമെന്നുള്ളത് ഹദീസുകളിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ നസ്ഖിന്റെ രൂപം, മതവിധിയുടെ നസ്ഖ് ചെയ്യപ്പെടുന്നത് ഖുർആനിൽ വന്ന കാര്യത്തിലെ മതവിധി രൂപപ്പെട്ടു വന്നിട്ടുള്ള കാര്യം അത് ഹദീസ് കൊണ്ട് തന്നെ നസ്ഖ് ചെയ്യാം, അതിന് വിരോധമില്ല. ഹദീസിൽ വന്നൊരു കാര്യത്തെ ഖുർആൻ കൊണ്ട് നസ്ഖ് ചെയ്യാം, ഖുർആനിൽ വന്ന കാര്യത്തെ ഖുർആൻ കൊണ്ട് നസ്ഖ് ചെയ്യാം, ഹദീസിൽ വന്നൊരു കാര്യം കൊണ്ട് ഹദീസ് കൊണ്ട് നസ്ഖ് ചെയ്യാം, അതിലൊന്നും വിരോധമില്ല. യഥാർത്ഥത്തിൽ അത് ഇവിടെ ഖുർആനാവട്ടെ ഹദീസാവട്ടെ എന്താണ് ഖുർആനിൽ പറഞ്ഞത് പിന്നെ ഖുർആൻ കൊണ്ട് തന്നെ നസ്ഖ് ചെയ്യേണ്ടതില്ലേ എന്നൊക്കെ സ്വാഭാവികമായും ചോദിക്കപ്പെട്ടേക്കാം. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഖുർആനാവട്ടെ ഹദീസാവട്ടെ അതെല്ലാം അള്ളാഹുവിൻ്റെ വഹീകളാകുന്നു, അള്ളാഹു നൽകുന്ന പിന്നെ സന്ദേശങ്ങളാകുന്നു. അത് ഒന്ന് ഖുർആനിൽ കൃത്യമായും എഴുതപ്പെടാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഖുർആനിൽ എഴുതുന്നു. എന്നാൽ ഖുർആനിൽ അല്ലാതെ ഉള്ള കാര്യങ്ങൾ അത് ഖുർആൻ അല്ലാതെ ഹദീസുകളായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങളായി അത് മാറുന്നു. അപ്പോൾ പിന്നെ എന്നല്ലാതെ ഖുർആൻ ഹദീസ് എന്നത് പിന്നെ ഖുർആൻ അള്ളാഹുവിൻ്റെ വഹയും ഹദീസ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെതല്ല, അത് റസൂലിൻ്റെതും എന്നല്ല മനസ്സിലാക്കേണ്ടത്. രണ്ടും അള്ളാഹുവിൻ്റെ വഹയികളിൽപ്പെട്ടതാകുന്നു. വ്യത്യാസം എന്താണ്? ഒന്ന് അള്ളാഹുവിൻ്റെ കലാമാണ്, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളാണ്. ഇതാണ് അതിലുള്ള വ്യത്യാസം. അപ്പം അതുകൊണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള സംശയങ്ങൾ പിന്നീട് ഉണ്ടാവേണ്ടതില്ല എന്നർത്ഥം. അപ്പം നസ്ഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ
ആയത്തിനെ തുടർന്നുകൊണ്ട് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കേൾപ്പിക്കുന്നത് ഇപ്രകാരമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. أم تريدون أن تسألوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. أم تريدون أن تسألوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. أم تريدون أن تسألوا رسولكم. അം തുരീദൂന, അം അതല്ല, തുരീദൂന നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ, അം തുരീദൂന നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ, അൻ തസ്അലൂ നിങ്ങൾ ചോദിക്കുവാൻ, റസൂലക്കും നിങ്ങളുടെ റസൂലിനോട്, കമാ സുഇല ചോദിക്കപ്പെട്ടതുപോലെ, മൂസ ചോദിക്കപ്പെട്ടതുപോലെ, മിൻ ഖബ്ൽ മുമ്പ്, വമൻ യതബദ്ദലിൽ കുഫ്റ ബിൽ ഈമാനി, വമൻ യതബദ്ദൽ ആരെങ്കിലും പകരം സ്വീകരിച്ചാൽ, അൽ കുഫ്റ അവിശ്വാസത്തെ, ബിൽ ഈമാനി സത്യവിശ്വാസത്തിന് പകരമായി അവിശ്വാസത്തെ സ്വീകരിച്ചാൽ, ഫഖദ് ളല്ല എന്നാൽ തീർച്ചയായും അവൻ വഴി പിഴച്ചു, സവാ അസ്സബീൽ ശരിയായ മാർഗം, അപ്പോൾ ശരിയായ മാർഗത്തെ പിഴച്ചുപോയി എന്നർത്ഥം. അം തുരീദൂന അൻ തസ്അലൂ റസൂലക്കും കമാ സുഇല മൂസാ മിൻ ഖബ്ൽ, അതല്ല മുമ്പ് മൂസയോട് ചോദിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ റസൂലിനോട് ചോദിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ, ആർ അവിശ്വാസത്തെ സത്യവിശ്വാസത്തിന് പകരം സ്വീകരിച്ചുവോ അവൻ തീർച്ചയായും ശരിയായ മാർഗം പിഴച്ചുപോയി എന്നർത്ഥം. അം തുരീദൂന അൻ തസ്അലൂ, أم تريدون أن تسألوا رسولكم. أم تريدون സുക്കൂനായ മീമിന് ശേഷം ത എന്ന അക്ഷരമാണ് മണിക്കാൻ പാടുള്ളതല്ല. أم تريدون أن تسألوا, أم تريدون أن تسألوا, أن تسألوا അവിടെ ഇഖ്ഫാഇന്റെ നിയമമാണ്, അവിടെ മണിച്ചുകൊണ്ട് ഓതണം. أم تريدون أن تسألوا رسولكم كما سئل موسى من قبل. أم تريدون أن تسألوا رسولكم كما سئل موسى من قبل كما سئل موسى, سئل അവിടെ ഹംസ ശ്രദ്ധിക്കുക, സുഇല മൂസ മിൻ ഖബ്ൽ. അതുപോലെ റസൂലക്കും കമാ, റസൂലക്കും അവിടെ മണിക്കാൻ പാടില്ല മീമിനെ, റസൂലക്കും കമാ സുഇല മൂസ മിൻ ഖബ്ൽ വീണ്ടും ഇഖ്ഫാഇന്റെ നിയമമാണ്. വമൻ യതബദ്ദലിൽ കുഫ്റ ബിൽ ഈമാനി, ومن يتبدل الكفر, ومن يتبدل സുക്കൂനായ നൂനിന് ശേഷം യ എന്ന അക്ഷരമാണ്, അവിടെ ഇദ്ഗാം ചെയ്യണം, നൂനിനെ യായിലേക്ക് ഇദ്ഗാം ചെയ്യണം, ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഓതണം, നൂനിനെ യായിലേക്ക് ചേർത്തുകൊണ്ട്. ومن يتبدل الكفر بالإيمان فقد ضل سواء. ഫഖദ് ദാലിന് സുക്കൂനാണ്, അപ്പോൾ അവിടെ കൽക്കലത്തിന്റെ അക്ഷരമായ ദാല് സുക്കൂനായി വന്നതുകൊണ്ട് അതിനെ അല്പം ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. ഫഖദ് ദാല് വ്യക്തമാവണം. ഫഖദ് എന്ന് പറഞ്ഞാൽ പോരാ. ഫഖദ് ളല്ല സവാഅ അസ്സബീൽ, സവാഅ അസ്സബീൽ അവിടെ മദ്
മുത്തസിലാണ്. 5-6 ഹർക്കത്തുകളുടെ ദൈർഘ്യത്തോടു കൂടി അത് ഓതണം. ضل سواء السبيل. അവസാനം വഖഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ അല്പം ദീർഘിച്ച് വഖഫ് ചെയ്യുക. أم تريدون أن تسألوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. إن شاء الله ഇതിൻ്റെ മറ്റുള്ള വിശദീകരണങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങളും പോരായ്മകളും പുറത്ത് മാപ്പാക്കി തീരുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഹസനാത്തുകൾ നാം ചെയ്യുന്ന ഹസനാത്തുകൾ വഴി നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള സയ്യിആത്തുകൾ അതുവഴി മായ്ച്ച് നമുക്ക് അല്ലാഹു പുറത്തു തരികയും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് നമ്മുടെ എല്ലാ സ്വാലിഹായ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ വിശ്വാസികൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സൽപ്രവർത്തനങ്ങൾക്കും അല്ലാഹു ഇരട്ടി പ്രതിഫലങ്ങൾ അല്ലാഹു നൽകുമാറാവട്ടെ. ഈ റമദാൻ അവസാനിക്കുന്നതോടുകൂടി പാപങ്ങൾ പൊറുക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഉയരുവാൻ വിശ്വാസികളെ അല്ലാഹു തുണക്കുമാറാവട്ടെ. നാളെ വരാനിരിക്കുന്ന ഭയാനകമായ നരകശിക്ഷയിൽ നിന്ന് നമ്മെ എല്ലാവരെയും അല്ലാഹു കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അവൻ ഒരുക്കി വെച്ച സ്വർഗ പൂങ്കാവനത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് ഇതൊരു സാലിഹായ അമലായി രേഖപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. ഒരിക്കലും പ്രവർത്തനങ്ങളിൽ കാപട്യമോ കളങ്കമോ റിയാഅോ സുമ്മത്തോ ഇല്ലാതെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു ഉയർത്തിക്കൊണ്ടുമാറാകട്ടെ. അല്ലാഹു നമ്മിലും നമുക്ക് ഇഹത്തിലും പരത്തിലും ധന്യത നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.